ഈ പുതിയ ദിവസത്തിനായി നന്ദി പറയുന്നു. എൻ്റെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദി. എൻ്റെ എല്ലാ സമൃദ്ധികൾക്കുമായി നന്ദി. ശ്രേഷ്ഠമായ ആരോഗ്യത്തിനായി നന്ദി. എന്നിലെ ഊർജത്തിനായി നന്ദി. എന്നിലെ ജ്ഞാനത്തിനായി നന്ദി. എന്നിലേക്കുള്ള അനുഗ്രഹങ്ങളുടെ ഒഴുക്കിനായി നന്ദി. എന്നിലേക്കുള്ള സമൃദ്ധമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒഴുക്കിനായി നന്ദി. എന്നിൽ വ്യാപരിക്കുന്ന ജീവനായി നന്ദി. എന്നിലെ വിജയത്തിനായി നന്ദി. എനിക്ക് നൽകിയ കുടുംബത്തിനും സകല സൽബന്ധങ്ങൾക്കും വേണ്ടി നന്ദി. ജീവന്റെ പ്രകാശം എന്നിലും സകലരിലും സകല ലോകത്തിലും വ്യാപരിക്കട്ടെ. എന്നിൽ ജീവൻ തുളുമ്പുന്ന പരിവർത്തനത്തിനായി എന്നെ ഞാൻ പ്രപഞ്ചശക്തിയുടെ ഭദ്രമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ വൈകാരിക മണ്ഡലങ്ങളും ജ്ഞാനത്താൽ പൂർണ്ണത പ്രാപിക്കട്ടെ. അല്ലാഫിയ. വെൽക്കം ടു പരിവർത്തന. ശരീരം, മനസ്സ്, ആത്മാവ് അഥവാ ജീവൻ എന്നിവ ചേർന്ന മഹാ അത്ഭുതമാണ് നമ്മൾ. നമ്മിലെ ജീവസമ്പത്തിന് നമ്മിലും നമ്മുടെ ജീവിതത്തിലും അതിശയകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ആ ജീവസമ്പത്ത് നമ്മിലെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലുമൊക്കെയും അത് കൂടിയിരിക്കുന്നു. ആ ശ്രേഷ്ഠമായ ജീവസമ്പത്തിനെ നമ്മിലെ സകല മേഖലകളിലേക്കും അയച്ചുകൊണ്ട് നമ്മൾ ശാരീരികമായും മാനസികമായും വൈകാരികമായും നമ്മുടെ സകല മേഖലകളിലും ജീവൻ നിറഞ്ഞ അഭിവൃദ്ധി പ്രാപിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഒരിക്കൽ കൂടി അല്ലാഫിയ. വെൽക്കം ടു പരിവർത്തന, ദ വേ ടു എറ്റേണൽ ഹാപ്പിനെസ്. പരിവർത്തനയുടെ ഈ ദിവസം നിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ശ്വാസസത്രയാണ്. ശ്വാസസത്ര എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ശ്വാസവും ആ പ്യൂരിഫൈ ചെയ്ത് അകത്തേക്ക് കൊടുത്തതിന് ശേഷം പുറത്തേക്ക് നമ്മൾ ഉച്ഛ്വസിക്കുന്ന ആ നിശ്വാസവും, ഇത് രണ്ടിനും നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പങ്ക് വഹിക്കാനുണ്ട്. അതായത് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാനും നിങ്ങളുമൊക്കെ അകത്തേക്കും പുറത്തേക്കുമായിട്ട് എടുക്കുകയും വിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത്. ഇന്ന് ഈ ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ തല മുതൽ പാദം വരെയുള്ള ഓരോ ഭാഗങ്ങളിലേക്കായി നമ്മൾ ഊർജം പ്രവഹിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അതിനായി എല്ലാവരും കംഫർട്ടബിളായിട്ടൊന്ന് ഇരിക്കുക. നന്നായിട്ട് നട്ടെല്ല് നിവർത്തിയിരിക്കുക. രണ്ട് കൈകളും നന്നായി ഒന്ന് കുടയുക. കൈപ്പത്തികൾ രണ്ടും നന്നായി ഒരു 5 പ്രാവശ്യം കുടയുക. കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തുക. കൈകൾ പതിയെ താഴേക്ക് താഴ്ത്തുക. ഒന്നുകൂടെ 2 കൈകളും കൈപ്പത്തികളും 5 പ്രാവശ്യം വീതം നന്നായിട്ട് കുടയുക. റിലാക്സ് ആവുക. ഒന്നുകൂടെ 2 കൈകളും മുകളിലേക്ക് ഉയർത്തുക. പതിയെ താഴേക്ക് താഴ്ത്തുക. ഇനി വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഈ കൈപ്പത്തികൾ രണ്ടും കുടയാൻ പോവുകയാണ്. കുടയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ശരീരത്തിനകത്ത് നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ അറിയാണ്ട് കയറിക്കൂടിയിരിക്കുന്നതുമായിട്ടുള്ള നിങ്ങളുടെ സകല പ്രശ്നങ്ങളും
ഈ കുടയുമ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുന്നതായി വിഷ്വലൈസ് ചെയ്ത് കുടയുക. അപ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കൈകൾ രണ്ടും കുടയാം. 3 സ്റ്റാർട്ട്. കുടഞ്ഞോളൂ. 5 വട്ടം കുടയൂ. റിലാക്സ് ആവുക. കൈകൾ 2 മുകളിലേക്ക് ഉയർത്തുക. പതിയെ താഴേക്ക് താഴ്ത്തുക. അടുത്തതായി വീണ്ടും കൈകൾ കുടയണം. ഒന്നുകൂടെ നിങ്ങളുടെ മൈൻഡിനകത്തേക്ക് നന്നായിട്ട് ആ ചിന്തയൊന്ന് കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിൽ നിന്നിട്ടുള്ള ഊർജം എത്തിപ്പെടാൻ പറ്റാതെ കിടക്കുന്ന എല്ലാ ബ്ലോക്കുകളെയും നിങ്ങൾ ഇനി കൈ കുടയുമ്പോൾ ആ കംപ്ലീറ്റ് ബ്ലോക്കുകൾ മാറി നിങ്ങളുടെ ശ്വാസം വളരെ കൃത്യമായി ചലിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കൃത്യമായി എത്തി നിങ്ങളുടെ ശരീരത്തിന് വേണ്ടുന്ന ഊർജവും നിങ്ങളുടെ മനസ്സിന് വേണ്ടുന്ന ഊർജവും അത് പ്രദാനം ചെയ്യാൻ പോകുന്നു. അതിനായി നിങ്ങൾ ഇനി ചെയ്യേണ്ടത് 5 തവണ നിങ്ങൾ കൈപ്പത്തികൾ കുടഞ്ഞതുപോലെ അത് ഒരു 3 തവണ ആവർത്തിക്കുക. ഒരിക്കൽ 5 തവണ വെച്ച് 3 തവണ നിങ്ങളത് ആവർത്തിക്കുക. ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് എന്നെ ഫോളോ അപ്പ് ചെയ്യുക. നന്നായിട്ട് നട്ടല് നിവർത്തിയിരിക്കുക. മുഖത്ത് നന്നായിട്ട് ഒരു പുഞ്ചിരി വരട്ടെ. ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ഫേസിൽ തെളിയട്ടെ. നിങ്ങളുടെ ഫേസിൽ ഒരു ആത്മവിശ്വാസം തെളിയട്ടെ. നമുക്ക് കൈകൾ കുടയാം. 5 തവണ വീതം ഒരിക്കൽ, വീണ്ടും രണ്ടാമത് 5 തവണ, മൂന്നാമത് 5 തവണ, അങ്ങനെ നിവർന്നിരിക്കുക. കൈകൾ കുടയുക. റെഡി? 3 സ്റ്റാർട്ട്. റിലാക്സ് ചെയ്യുക. ഒരിക്കൽ കൂടി 5 തവണ. 3 സ്റ്റാർട്ട്. റിലാക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഒരു 80% നിങ്ങളുടെ ബോഡിക്കകത്തും മൈൻഡിനകത്തുമുള്ള എല്ലാ നെഗറ്റീവ്സും ബ്ലോക്കുകളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ കൂടി 5 തവണ കൈകൾ കുടയാം. യെസ്, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ റിലീഫായിരിക്കുന്നു. നിവർന്നിരിക്കുക. കൈകൾ മെല്ലെ 2 മുകളിലേക്ക് ഉയർത്തുക. പതിയെ താഴേക്ക് കൊണ്ടുവരിക. ഒന്നുകൂടി പതിയെ മുകളിലേക്ക് ഉയർത്തുക. പതിയെ നിങ്ങൾ താഴേക്ക് കൈ കൊണ്ടുവരിക. ഒരിക്കൽ കൂടി നിങ്ങളുടെ 2 കൈകളും മുകളിലേക്ക് ഉയർത്തുക. പതിയെ കൈകൾ താഴേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് കംഫർട്ടബിളായി നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ ഭാഗത്തോ എവിടെയാണോ എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് വെച്ച് ഇരിക്കാൻ പറ്റുന്നത് അങ്ങനെ നിവർന്നിരിക്കുക. കണ്ണുകൾ അടയ്ക്കാം. ഇനി അടുത്ത ശ്വാസസത്രയുടെ പ്രധാന ഭാഗമായ ശ്വാസത്തെ അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ടൈമാണ്. നിങ്ങൾ എടുക്കുന്ന ഈ ശ്വാസം സാക്ഷാൽ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്ന ഒന്നാണ്. ഈ ശ്വാസത്തിനകത്ത് നിങ്ങൾക്ക് ജീവിക്കാനുള്ളതും നിങ്ങൾക്ക് ജീവിപ്പിക്കാനുള്ളതുമായ 2 ഊർജം നിലനിൽക്കുന്നു. ജീവിക്കാനുള്ളത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടിയിട്ടുള്ളതും, എന്നാൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ പ്രശ്നത്തെ ജീവിപ്പിക്കാൻ, ആ പ്രശ്നത്തെ മാറ്റി ആ പ്രശ്നത്തെ അതിജീവിപ്പിക്കാൻ തക്കവണ്ണമുള്ള
ഒരു എനർജി സോഴ്സ് കൂടി നിങ്ങളുടെ ഈ ശ്വാസത്തിനകത്തുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഇനി ഈ എടുക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന് നിങ്ങളെ അതിശയകരമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പ്രാപ്തരാക്കാനായിട്ട് സാധിക്കും. കണ്ണുകൾ അടയ്ക്കുക. നമുക്ക് ശ്വസിക്കാം. നന്നായിട്ട് ശ്വാസം അകത്തേക്കൊന്നെടുത്ത് ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് പുറത്തേക്ക് ശ്വാസം ഒന്ന് വിട്ടോളൂ. ഒന്നുകൂടി നന്നായിട്ട് ശ്വാസം അകത്തേക്കൊന്നെടുത്ത് റിലാക്സ് ചെയ്ത ശ്വാസം പുറത്തേക്ക് വിട്ടോളൂ. ഒന്നുകൂടി ശ്വാസം നന്നായിട്ടൊന്ന് അകത്തേക്ക് എടുക്കുക. പതിയെ ശ്വാസത്തെ ഒന്ന് പുറത്തേക്ക് വിടുക. നിങ്ങളുടെ തല താഴേക്കും മുകളിലേക്കുമായി ഒരു 2 വട്ടം ബെൻഡ് ചെയ്യുക. നിങ്ങളുടെ താടി നെഞ്ചിൻ്റെ ഭാഗത്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ താഴേക്കും പതിയെ തല മുകളിലേക്കുമായി, മുകളിൽ നിങ്ങളുടെ വീടിൻ്റെ റൂഫ് നേരെ മുകളിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ബാക്കിലേക്ക്. ഒരിക്കൽ കൂടി നിങ്ങളുടെ തല താഴെ ഭാഗത്തേക്ക് നോക്കുക. വീണ്ടും നിങ്ങളുടെ തല മുകളിലേക്ക് നോക്കുക. ഒന്നുകൂടി തല താഴെ ഭാഗത്തേക്ക് നോക്കുക. പതിയെ മുകളിലേക്ക് നോക്കുക. ഇനി തല നേരെ വെക്കുക. നട്ടെല്ല് നിവർത്തി ഇരിക്കുക. ഇനി നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തിനകത്ത് നിങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്യുക. ഈ തുടർന്നുള്ള ഒരല്പസമയം നിങ്ങൾ നന്നായി ഹാപ്പിയായിട്ട് ശ്വസിക്കുക. വെറുതെ ശ്വസിക്കുന്നതല്ല, ഹാപ്പിയായി. പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നതായി റിയലൈസ് ചെയ്ത് വേണം നിങ്ങൾ ശ്വാസം അകത്തേക്ക് സന്തോഷത്തോടെ ചിരിച്ചു കൊണ്ടെടുക്കാൻ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫിസിക്കലി മെൻ്റലി ഉള്ള സ്ട്രെസ്സും കാര്യങ്ങളും നിങ്ങളിൽ നിന്നിട്ട് അകന്നു പോകുന്നതായും നിങ്ങൾ റിയലൈസ് ചെയ്യുക, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. കണ്ണുകൾ തുറക്കാം. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കൈകളെ എടുത്ത് നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് പറയുക, ഇതെന്നെ ഒരുപാട് സഹായിച്ചിരിക്കുന്നു, ഇതെന്നെ വളരെ അധികം സംരക്ഷിച്ചിരിക്കുന്നു, ഇതെൻ്റെ ജീവനെ പരിപാലിച്ചിരിക്കുന്നു. ഈ ശ്വാസത്തിനകത്തുകൂടി എന്നിലേക്ക് കയറിയ ഊർജം എന്നിൽ കൂടി അതിസാഹസികമായ കാര്യങ്ങളെ നിവർത്തിക്കും. ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ വളരെ ബ്ലെസ്ഡാണ്, ഞാൻ വളരെ ആരോഗ്യമുള്ള വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളെയും ഞാൻ തരണം ചെയ്തിരിക്കും. ഇന്നത്തെ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. നിങ്ങൾ
ആ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് വേണം നിങ്ങൾ വെള്ളം കുടിക്കാൻ. ആ ഓരോ തുള്ളി വെള്ളവും നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിനകത്തുള്ള ജീവൻ്റെ ആ കണികകൾ നിങ്ങളുടെ ജീവനെയും ജീവിതത്തെയും മാറ്റിമറിക്കാൻ പോകുന്നുവെന്നുള്ള വിശ്വസ്തയോടെ, ഉറപ്പോടെ ആ വെള്ളം കുടിക്കൂ. ഇനി നമുക്ക് നാളെ കാണാം. എല്ലാവരും ശുഭമായിരിക്കൂ. അല്ലാഫിയ.